ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ അല്ലേ? ഇപ്പോൾ ഏത് ജാതിയായാലും മതമായാലും വർഗമായാലും വർണ്ണമായാലും എങ്ങനെ വേണമെങ്കിലും പറയാം അല്ലേ? മനുഷ്യ സമൂഹത്തെ നമുക്കിങ്ങനെ പലതരത്തിൽ വേർതിരിച്ചിട്ടുണ്ടെങ്കിലും മുഴുവനായും ഞാൻ പറയുകയാണ്, ഏത് വിഭാഗത്തിലുള്ളതായിക്കോട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരാഘോഷങ്ങൾ ഉണ്ടാകും അല്ലേ? ഓരോരോ തരത്തിലുള്ള. ഇപ്പം ഞാനിന്ന് പറയാൻ വന്നത് ഇന്നത്തെ ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ചാണ്. അപ്പം ഇതുപോലെ തന്നെ ഇത് ഹിന്ദുക്കൾ ഇങ്ങനെ ആചരിക്കുന്നുണ്ടെങ്കിൽ അതിൽ മുസ്ലിംസും ക്രിസ്ത്യൻസും മറ്റ് വിഭാഗക്കാരും അവരുടേതായിട്ടുള്ള ആചാരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഓരോരോ ആഘോഷങ്ങൾ നടത്താറുണ്ട്. അതായത് ഞാൻ പഠിച്ചതിൽ ഞാൻ അറിഞ്ഞത് ഈ ആഘോഷങ്ങളെല്ലാം തന്നെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു, പള്ളിയിൽ പെരുന്നാൾ നടക്കുന്നു അല്ലേ? ഇതെല്ലാം തന്നെ ഒരു ഒത്തുകൂടൽ അല്ലെങ്കിൽ ഒത്തുചേരലിനുള്ള ഒരു സന്ദർഭമാണ് ഒരുക്കുന്നത്. അതായത് എല്ലാ ദിവസവും വീടുകളിൽ കിടന്ന് ഉറങ്ങുന്ന മനുഷ്യർ എന്താണ്, ഉത്സവം അല്ലെങ്കിൽ പെരുന്നാൾ വരുമ്പോഴെന്താണ്, പള്ളിയിലേക്ക് പോകും. മിക്കവാറും കുടുംബസമേതം പോയി നമുക്ക് ആരാധനയ്ക്കുള്ള സമയമുണ്ട്, അത് ചെയ്യുക. അതിനുശേഷം എന്താണ്, പള്ളിപ്പറമ്പ് ഉത്സവപ്പറമ്പെന്ന് പറയുമ്പോൾ അറിയാം പലതരത്തിലുള്ള വർണ്ണക്കാഴ്ചകളാണ് വാങ്ങിക്കാൻ സാധനങ്ങൾ, പലതരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാം, കഴിക്കാനുള്ളത് കിട്ടും. അതൊക്കെ കഴിച്ച് പല പരിപാടികളൊക്കെ കാണും, കലാപരിപാടികളൊക്കെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നുണ്ടാവും. അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇല്ലേ? നമുക്കൊരു സിനിമ കാണാൻ പോകണമെങ്കിൽ എല്ലാവരുമായിട്ട് പോകണമെങ്കിൽ ഉള്ള ചിലവ് എന്തായിരിക്കും എന്നാലോചിച്ച് നോക്കാം. നല്ലൊരു ചിലവുള്ള കാര്യമാണ് അല്ലേ? പക്ഷേ ഒരു ഉത്സവത്തിന് പോയി ഈ കഴിക്കാൻ എന്തെങ്കിലും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കുന്നതല്ലാതെ വലിയ രീതിയിലുള്ള ചിലവും കാര്യങ്ങളൊന്നും ചിലവില്ല എന്നല്ല, നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. കലാപരിപാടികളൊക്കെ സ്റ്റേജിലുള്ള നടക്കുന്നതിന് കാണുന്നതിന് കാശൊന്നും കൊടുക്കണ്ട. എല്ലാവരുമായിട്ട് ഇഷ്ടം പോലെ നല്ല തുറസായ സ്ഥലമാണല്ലോ, അപ്പം നല്ല കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ടിരുന്ന പരിപാടികളാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാവുന്നവർ പലരെയും വർഷങ്ങൾക്ക് ശേഷം കാണുന്നവരുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും ഈ ഉത്സവങ്ങളായാലും പെരുന്നാളായാലും ഇതെല്ലാം തന്നെ ഒരു ഒത്തുചേരലിൻ്റെ ഭാഗമാണ്. ഇതെല്ലാവരുടെ മനസ്സിൽ ആദ്യം വയ്ക്കേണ്ടതാണ്. പള്ളിയിൽ പെരുന്നാളാണ്, വേറെ ജോലിയൊന്നും, അമ്പലത്തിൽ ഉത്സവം വേറെ ജോലിയൊന്നുമില്ല, ഇങ്ങനെ കരുതരുത്. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരാൾക്കെങ്കിലും അവിടേക്ക് പോകണമെന്ന് മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്നവർ കാണും. പക്ഷേ മിക്കവാറും രാത്രിയിലായിരിക്കുമല്ലോ നമ്മുടെ കലാപരിപാടികളൊക്കെ അമ്പലങ്ങളിൽ നടക്കുന്നത്. അപ്പം ഒറ്റയ്ക്ക് പോകാനുള്ളൊരു പേടി, അല്ലെങ്കിൽ ഒരു സമ്മതിച്ചില്ലെങ്കിലോ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ളൊരു മനസ്സിൻ്റെ വേദനകൾ കാണും. അപ്പം നമ്മളെന്താണ്, ഗൃഹനാഥനായാലും ഗൃഹനാഥയായാലും മറ്റുള്ളവരുടെ മനസ്സപ്പോൾ മനസ്സിലാക്കണം. അവർക്കും കാണും താല്പര്യം. ചില അച്ഛനും അമ്മയ്ക്കൊക്കെ അവർ കുഞ്ഞിലെയൊക്കെ പോയിട്ടുള്ളതൊക്കെ ഓർമ്മ വരും. അവരുടെ നല്ല പ്രായത്തിൽ അവർ ഉത്സവത്തിനും പെരുന്നാളിനും ഒക്കെ പോയിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അവർക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു ആരോഗ്യസ്ഥിതി കാണില്ല. അപ്പം തീർച്ചയായിട്ടും ചോദിക്കുക, അങ്ങനെയുള്ള സമയങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള സ്റ്റേജിലാണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ചോദിക്കുക, താല്പര്യമുണ്ടെങ്കിൽ കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ അവർക്കുണ്ടാകുന്നൊരു സന്തോഷം എന്തായിരിക്കും അല്ലേ? കാരണം അവരൊന്നുകിൽ ഒരുമാതിരിപ്പെട്ട ഒരു കാര്യത്തിനും പോകാതെ വീട്ടിലിരിക്കുന്നവരായിരിക്കും. പുറം ലോകമായിട്ട് വലിയ ബന്ധം കാണത്തില്ല ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോഴായിരിക്കും തൻ്റെ മകളോ മകനോ വന്നിട്ട് ചോദിക്കും, അമ്മയെ ഉത്സവം ഉണ്ട്, നമുക്കൊന്ന് പോയാലോ, കുറച്ച് നേരം അവിടെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഇനി വരാം. അമ്മമാർ ചിലർ മടിക്കും, എന്തോ വിചാരിക്കും, മരുമകൾ എന്ത് വിചാരിക്കും, മരുമകൻ എന്ത് വിചാരിക്കും എന്നൊക്കെ. പക്ഷെ അങ്ങനൊന്നുമില്ല, പോകണം. അത് എന്തിനാണ് അങ്ങനെ നടത്തുന്നത്? ദൈവം, നമ്മളുടെ ഒരു വിശ്വാസപ്രകാരം ദൈവം അത്രയും ദിവസവും ശ്രീകോവിലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് എല്ലാവരെയും കാണുകയും കൂടെ ചെയ്യും എന്നാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരടുപ്പവും കൂടി ഉണ്ടാകുന്ന സമയമാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിശേഷ
ദിവസങ്ങളിൽ അമ്പലത്തിലായാലും പള്ളിയിലായാലും കുടുംബത്തോടു കൂടി പോകാൻ, അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കൊപ്പം തന്നെ പോകാൻ ശ്രമിക്കണം. അതിൽ ഒരു സന്തോഷം കണ്ടെത്തണം. എൻ്റെ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ എനിക്ക് അത് വേണേ എന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കും, വഴക്കിടും. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലായിരിക്കും, ചിലപ്പം അടുത്ത് നിൽക്കുന്നവരൊന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറയും. എന്തെങ്കിലും ആകട്ടെ, അതൊക്കെ ഒരു രസമല്ലേ. പൈസ ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ കൊള്ളാം, നമുക്കാണോ പറയാം 100 കാര്യങ്ങൾ. അവരുടെ മനസ്സിൽ നിന്ന് അവരുടെ ശ്രദ്ധ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അവരെന്തിനു വേണ്ടിയിട്ട് വാശി പിടിക്കുന്നത്, ആ ശ്രദ്ധ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ വേറെ എന്തിൻ്റെ അടുത്തെങ്കിലും തിരിക്കുക. അപ്പം പിന്നെ അവരുടെ മറന്നു നോക്കുകയുള്ളൂ. മിക്ക കുട്ടികൾക്കും അങ്ങനെ ഒരു ശീലമുണ്ട്, കുഞ്ഞു കുട്ടികൾക്ക്. പിന്നെ ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതൊക്കെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾ മുതിർന്നവരാരും പറയത്തില്ല എനിക്കത് വേണേന്ന് ഞാൻ പറഞ്ഞിട്ട് കരയത്തൊന്നുമില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ എല്ലാവരുമായിട്ട് പങ്കെടുക്കണം. ഓക്കെ, അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മറക്കല്ലേ.